ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ അധികം ചിലവുകളൊന്നുമില്ലാതെ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പിസ്തയുടെ ഷെല്ല് കൊണ്ട് ഒരു താമരപ്പൂവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ആ പിസ്ത ഷെല്ലിന് കളർ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. താമരപ്പൂ പല കളറുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ്ഡ് കളറാണ്. അപ്പോൾ പിസ്ത ഷെല്ലിന് കളർ ചെയ്ത ശേഷം ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ പിസ്ത ഷെല്ലൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ താമരപ്പൂവിൻ്റെ നടുവിലുള്ള ഭാഗം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ചെറിയൊരു സ്പോഞ്ച് കഷ്ണം, അത് റൗണ്ട് ആൻഡ് സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിന് ഫുൾ യെല്ലോ പെയിൻറ് കളർ ചെയ്ത് കൊടുക്കണം. യെല്ലോ പെയിൻ്റ് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്രൗൺ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. എന്തിനാണ് ഡ്രൈ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യെല്ലോ പെയിൻറ് ഡ്രൈ ആയില്ലെങ്കിൽ ബ്രൗൺ ഡോട്ട്സും യെല്ലോ പെയിൻറ്റും തമ്മിൽ മിക്സ് ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയില്ല. നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു കാർഡ്ബോർഡ് വട്ടത്തിൽ വെട്ടിയെടുക്കാം. അളവൊക്കെ ചെയ്യുന്ന ആളിൻ്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന വളയാണ് എടുത്തിരിക്കുന്നത് അളവായിട്ട്. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് വട്ടത്തിൽ വെട്ടിയെടുക്കാം. കാർഡ്ബോർഡ് വട്ടത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച യെല്ലോ കളറുള്ള നടുഭാഗം നമുക്ക് നടുക്കിലായിട്ട്, കാർഡ്ബോർഡിൻ്റെ നടുക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിസ്ത ഷെല്ല് ആ യെല്ലോ ഭാഗത്തിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ കാർഡ്ബോർഡിൽ പിസ്ത ഷെല്ല് ഓരോ വരികളായിട്ട് ഫുൾ ഒട്ടിച്ചു കൊടുക്കണം. താമരപ്പൂ തയ്യാറായതിനു ശേഷം നമുക്ക് അതിൻ്റെ ഇല വെട്ടിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഗ്രീൻ ഫോം ഷീറ്റിലാണ് ഇല വെട്ടിയെടുക്കുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഷേപ്പിൽ ഇല വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഗ്രീൻ ലീഫ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഡാർക്ക് ഗ്രീൻ ക്രീം കളർ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്ത് ആ ഫോം ഷീറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കണം. അങ്ങനെ ഇലയും പൂവും ഒക്കെ റെഡിയായി. അതിനുശേഷം നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ അടിയിലേക്ക് ചുറ്റും ആ ഇലകൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി വലിയൊരു ഇലയായിട്ടാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അങ്ങനെ ഒരു റൗണ്ടായിട്ട് വെട്ടിയെടുത്താൽ മതി. അതൊക്കെ ചെയ്യുന്ന ആളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്കിങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ താമരപ്പൂ റെഡിയായി. അപ്പോൾ താമരപ്പൂവുള്ളപ്പോൾ താമര മുട്ടും കൂടി ആയാലല്ലേ ഭംഗിയാവും. അപ്പോൾ നമ്മൾ 2 പിസ്താഷ്യല് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെ ഇല വെട്ടി വെച്ചിരുന്നല്ലോ, ഇല വെട്ടി വെച്ചതിൻ്റെ അറ്റത്തേക്ക് ആ പിസ്താഷ്യല് 2 പിസ്താഷ്യല് കൂട്ടി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ താമരപ്പൂവും താമരമുട്ടും ഒക്കെ റെഡിയായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് അല്ലേ ഇത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.